അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം ഉണ്ടെങ്കിൽ അത് 2019 ഏപ്രിൽ മാസത്തിലെ ചില അനുഗ്രഹീതമായ ചില ദിവസങ്ങളാണ്. അന്ന് എൻ്റെ 12-ാം വയസ്സിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഉംറക്കും ഹജ്ജിന്റെ ചാരത്തേക്കുമുള്ള യാത്ര അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇതിന്റെ പിന്നിൽ പറയാനാവാത്ത അനുഭവങ്ങളും ഓർമ്മകളും ഉണ്ട്. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉമ്മയുടെ മുഖത്ത് അതിശയകരമായ സന്തോഷം. പുഞ്ചിരിയിലൂടെ ഉമ്മ പറയാൻ, ഉമ്മയും ഉപ്പാന്റെ മക്കളൊക്കെ ഉംറക്കും ഹജ്ജിന്റെ ചാരത്തേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ നടക്കാൻ മക്കൾ ദുആ ചെയ്യണേ. അത് കേട്ട നിമിഷം എന്റെ മനസ്സ് നിറഞ്ഞു. കുട്ടിക്കാലത്ത് തന്നെ ഉറങ്ങുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, മക്കത്തേക്കും മദീനത്തേക്കും പോവാന് കുട്ടികൾ പ്രാർത്ഥിക്കണം. അത് തന്നെയായിരുന്നു ആ ദിവസത്തിൽ യാഥാർത്ഥ്യമായത്. ആ നിയമത്തിനെ ഓർക്കുമ്പോഴാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്മു സ്വാലിഹാത്ത്. സകല നന്മകളും പൂർത്തിയാകുന്നത് പടച്ചവന്റെ അനുഗ്രഹത്തിലൂടെയാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാഫിറിൽ പടച്ചവൻ പറയുന്നുണ്ട്, ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നെ വിളിക്കൂ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയും. നമ്മുടെ ദുആകളൊക്കെ നേരം കഴിഞ്ഞാലും ആകാശത്തിൽ മറയുന്നില്ല. അള്ളാഹു ഏറ്റവും മനോഹരമായ സമയത്ത് യാഥാർത്ഥ്യമാക്കും. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ പടച്ചോനെ അതിനേക്കാളും ഭംഗിയായി പൂർത്തീകരിച്ചു.